PM ശ്രീയിൽ RSSന്റെ അജണ്ട കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട തുക കിട്ടുമോ എന്നതിൽ ആശങ്കയുണ്ട്. PM ശ്രീയിൽ നിന്ന് പിന്മാറിയിട്ടില്ല. സബ് കമ്മിറ്റി വിശദമായി വിഷയം ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. RSSന്റെ അജണ്ടയ്ക്കെതിരായി വിദ്യാഭ്യാസ രംഗത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥി അധ്യാപക പ്രസ്ഥാനങ്ങളുടെ വിജയത്തിന് വേണ്ടിയുള്ള ഇടത് സംഭാവനയാണെന്നും ഇവിടെ ചില ആൾക്കാർ സൂചിപ്പിക്കുന്നത് കണ്ടു. എന്തായാലും RSSന്റെ അജണ്ട കേരളത്തിൽ ഒരു കാരണവശാലും നടപ്പിലാക്കുവാൻ വേണ്ടി, വിദ്യാഭ്യാസ രംഗം നടപ്പിലാക്കാൻ വേണ്ടി അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ആ വിഷയത്തിന് വേണ്ടി ദേശീയാടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് സമരം ചെയ്തത്, ആരൊക്കെയാണ് അതിൽ ഇടപെട്ടത്, ആരൊക്കെയാണ് അതിൽ കൊടിയ ത്യാഗം സഹിച്ചതെന്ന് എന്നുള്ള കാര്യങ്ങളൊന്നും അളക്കുവാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. മാനസ ചേരുകയാണ്. മാനസ, എന്തൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി വിശദമാക്കിയത്? മറ്റ് വിവരങ്ങൾ? ഷമി, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സൂചിപ്പിച്ചതുപോലെ തന്നെ താൽക്കാലികമായി ഈ പദ്ധതിയിൽ നിന്നും പിന്മാറി എന്ന കാര്യം തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതി താൽക്കാലികമായി മരവിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് എന്നതാണ്. കാരണം ഇത്രയും കാലം ഇതുവരെയും തന്നെ, അതായത് 4.5 വർഷക്കാലമായി വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രവർത്തിച്ചു വരികയാണ്. ഈ കാലയളവിൽ ഇതുവരെയും കേരളം RSSന്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു പ്രവണത ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മന്ത്രി കേന്ദ്ര മന്ത്രിമാരെ, അതായത് തൊഴിൽ മന്ത്രിയെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെയും കണ്ടിരുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിനാണ്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനാണ് ഇത് സംബന്ധിച്ച കത്ത് കൈമാറിയത്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുന്നു എന്ന രീതിയിൽ ഉള്ള കത്താണ് കൈമാറിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് മന്ത്രി ഇന്ന് വിശദീകരിച്ചത്. അതായത് കേന്ദ്ര ഫണ്ട് എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് കിട്ടാനുള്ളതാണ്. അത് കിട്ടാനുള്ള പ്രവൃത്തിയായിരുന്നു നടത്തിയത്. അതിൽ ആരുടെയും തന്നെ, അതായത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല, അത് സംസ്ഥാനത്തിന്റെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ അവകാശമാണ് എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒപ്പം തന്നെ SSKയുടെ 1500 കോടി രൂപയോളം വരുന്ന ഫണ്ടാണ് കേന്ദ്രം തടഞ്ഞു വെച്ചത്. അത് ഇനി കിട്ടാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. ഈ പദ്ധതിയിൽ നിന്നും താൽക്കാലികമായി മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടി ഈ ഫണ്ട് കിട്ടാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇക്കാര്യം ബോധ്യമാകും എന്ന് തന്നെയാണ് കരുതുന്നത് എന്ന് തന്നെയാണ് മന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം അർഹമായ തുക നേടിയെടുക്കുക എന്ന കാര്യം മാത്രമാണ് നടപ്പിലാക്കിയത്. അതേസമയം RSS അജണ്ട ഇതിൽ നിന്നും നടപ്പിലാക്കില്ല എന്നത് തെളിയിച്ചു കഴിഞ്ഞതാണ്. അത് തന്നെ തുടരുമെന്ന് മന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരുന്നു. NEP-യുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെയും ആശങ്കകളൊക്കെയും തന്നെ ഉണ്ടായിരുന്നു. അതിനൊക്കെയും തന്നെ വ്യക്തമായ ഉത്തരം സർക്കാരും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും നൽകിയതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ സംസ്ഥാനം ഒരു തരത്തിലും കൂട്ടുനിൽക്കില്ല എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ മന്ത്രിയുടെ നിലപാട് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഉറച്ചുള്ള പ്രതികരണം തന്നെയായിരുന്നു ഇന്നും നടത്തിയത്. അതേസമയം ഫണ്ട് കിട്ടാത്തത് കാരണം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ കിട്ടാനുള്ള തുകയിൽ ഒരു ഭാഗം പോലും കേന്ദ്രം അനുവദിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഫണ്ട് കിട്ടാതെ വരുമ്പോൾ അത് വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ മേഖലയുമാണ് ബാധിക്കുന്നത്. ഇക്കാര്യം ജനങ്ങളും വിദ്യാർത്ഥികളും തിരിച്ചറിയും, അല്ലെങ്കിൽ മനസ്സിലാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ പദ്ധതിയിൽ നിന്നും താൽക്കാലികമായി പിന്മാറുന്നു. അതേസമയം പൂർണ്ണമായും പിൻവലിച്ചു എന്നതല്ല, താൽക്കാലികമായി പിന്മാറുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയൊക്കെയും തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. 6 മന്ത്രിമാർ ചേർന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. ഒപ്പം സബ് കമ്മിറ്റി ചേരും. അതോടൊപ്പം തന്നെ വിശദമായി വിഷയം ചർച്ച ചെയ്യും. പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്ത് ബാക്കി തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മന്ത്രി സൂചിപ്പിച്ചത്. ഷമി.